ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് ആദ്യമായിട്ട് ദുബായിൽ വന്ന് നമ്മൾ ബുർജ് ഖലീഫയിലേക്ക് യാത്രയായിട്ടോ. അങ്ങനെ നമ്മൾ ബുർജ് ഖലീഫയിൽ വന്നു. നമ്മൾ മെട്രോയിലേക്ക് പോവുകയാണ്, മെട്രോ സ്റ്റേഷനിലേക്ക് പോവുകയാണ്. അങ്ങനെ നമ്മൾ മെട്രോയിൽ കയറാൻ പോയി. അങ്ങനെ നമ്മൾ കയറി കഴിഞ്ഞു. നമ്മൾ കുറേ കാഴ്ചകളൊക്കെ കണ്ടു കേട്ടോ. അവിടെ കാർ റേസിംഗ് ഉണ്ടായിരുന്നു. റേസിംഗ് അല്ല, നമ്മളാക്കി ഉണ്ടാക്കി കണ്ടതാണ്. നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ പിന്നെ നമ്മളവിടെ കുറേ വലിയ ബിൽഡിങ്ങൊക്കെ കണ്ടു. നമ്മൾ മറ്റേ ആകാശത്തിൻ്റെ 5 അടി താഴെയുള്ള അത്ര വലിയ വലിപ്പമുള്ള ബിൽഡിങ്ങൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ നല്ല ബിൽഡ് ചെയ്ത് വെച്ചാൽ നല്ല രസമുണ്ടായിരുന്നു. ഇപ്പോൾ കാണാൻ രസം കാണത്തില്ല. നമ്മൾ ഡെസേർട്ടൊക്കെ കാണാൻ രസമുണ്ടായിരുന്നു. ഡെസേർട്ടല്ല, ഡെസേർട്ട് പോലത്തെ ഒരു സ്ഥലങ്ങളൊക്കെ കാണാൻ രസമുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അങ്ങനെ എല്ലാം നോക്കി വന്നോടെ വലിയ ബ്രിഡ്ജൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. ഒരു കാർ ഇങ്ങനെ ഇറങ്ങി പോകാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ കുറേ കാഴ്ചകളൊക്കെ കണ്ടു. അവിടെ കാടുണ്ടായിരുന്നു, മരങ്ങളുണ്ടായിരുന്നു. പിന്നെ നമ്മളെ പനയില്ലേ, ഈത്തപ്പഴത്തിൻ്റെ പന, അതും ഉണ്ടായിരുന്നു. നമുക്ക് നല്ല രസമുണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ കാണാനായിട്ട്. നമ്മളൊരു കുറച്ച് സെക്കൻഡും കൂടെ വെയിറ്റ് ചെയ്താൽ നമുക്ക് മറ്റേ ദുബായ് മാള് നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. ഇതാണ് നമ്മുടെ റെയിൽവേ. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഈ റോഡ് അങ്ങോട്ട് എത്തും കേട്ടോ. ഇതാണ് നമ്മുടെ റോഡ്. ഇതാണ് സീൻ റോഡ്. കുറേ ബസ്സസൊക്കെ ഉള്ള നമുക്ക് കാണാൻ പറ്റും. ഡബിൾ ഡെക്കർ ബസ്സുണ്ട്, പക്ഷേ ഇത് കുറച്ച് ദൂരവും കൂടെ പോകണം കേട്ടോ. നമ്മൾ ഈ ഡബിൾ ഡെക്കർ ബസ്സാണെങ്കിൽ മറ്റു മേളത്തെ ഷീറ്റുള്ളതാണെങ്കിൽ ഇവിടെ കാണും. അത് നമുക്ക് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് കയറാം. പക്ഷേ അത് ഡബിൾ ഡെക്കർ ബസ്സാണെങ്കിൽ കുറേ സ്ഥലങ്ങളൊക്കെ പോകണം. നമ്മൾ അങ്ങനെ ദുബായ് മാളിലേക്ക് വന്നു. കുറേ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ കണ്ടു. കുറേ നടക്കാനുണ്ടായിരുന്നു, പക്ഷേ എൻജോയ്മെൻ്റ് ആയിരുന്നു. എല്ലായിടത്തും കാണാനും ഒക്കെ നിങ്ങളൊരിക്കൽ 1 മന്ത് ഇവിടെ വന്നു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര എൻജോയ്മെൻ്റൊക്കെ തോന്നും. നിങ്ങൾക്ക് വീട്ടിലേ പോകാൻ തോന്നില്ല. അങ്ങനത്തെ ഒരു സ്ഥലങ്ങളാണ് ഇതൊക്കെ. അങ്ങനെ നമ്മൾ കുറേ എസ്കലേറ്ററൊക്കെ കഴിഞ്ഞ് വന്നു. നിങ്ങൾ മെട്രോ സ്റ്റേഷനിൽ പോകാൻ വേണ്ടിയിട്ട് പോകുമ്പോഴത്തേക്കും നിങ്ങൾക്കൊരു സ്ഥലം ഉണ്ടാവും. സ്ഥലം ഞാൻ പറഞ്ഞുതരാം. സ്ഥലമല്ല എന്ന് വെച്ചാൽ ഇങ്ങനത്തെ എസ്കലേറ്ററാണ്. നമ്മൾ നടക്കാനും പറ്റും, നിന്ന് പോകാനും പറ്റും. പ്ലെയിനായിട്ടുള്ളൊരു എസ്കലേറ്ററാണ്. അത് നല്ല രസമാണ് കേട്ടോ. പക്ഷെ അത് സ്ലോ ആയിട്ടേ പോകുള്ളൂ, സ്പീഡായിട്ട് പോകില്ല, പ്ലെയിനാണ്. കാണിച്ചു തരാം. ഇവിടെ ഇങ്ങനെ കണ്ടു പോകാൻ രസമാണ് കേട്ടോ. ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. നല്ല പ്ലെയിനായിരിക്കും, നല്ല രസമാണ് കേട്ടോ ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മളങ്ങനെ കുറേ കാഴ്ചകളൊക്കെ കണ്ട് വന്ന് നമ്മൾ അറിഞ്ഞില്ല. നമ്മളങ്ങനെ നമ്മുടെ ബുർജ് ഖലീഫ എത്തി. അത് നമുക്ക് വരുന്ന വീഡിയോയിലൊക്കെ കാണാൻ പറ്റും കേട്ടോ. ഞാൻ കാണിച്ചു തരാം ദുബായ് മാള്. ഇതാണ് നമ്മുടെ ദുബായ് മാൾ. നമ്മളിപ്പം ഇവിടെ നിന്ന് പോകുമ്പോഴത്തേക്ക് വെള്ളം കിടക്കുന്ന ബോർഡൊക്കെ കാണാൻ പറ്റും. ഇത്രയേ ഉള്ളൂ. നമ്മൾ കുറേ കടകളൊക്കെ കണ്ടു വന്നു കേട്ടോ. വാച്ചിൻ്റെത് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന തനിയൊരു സെപ്പറേഷനായിട്ടൊരു സ്റ്റോറ്, മുട്ടായിടത്ത് കിഡ്സിൻ്റെ ടോയ്സ്, സ്റ്റേഷനറി, ഗ്ലാസ്സസ്, ഡ്രസ്സസ്, സ്വർണത്തിൻ്റെ എല്ലാം ഗ്യാരണ്ടി ആയിരിക്കാനും ചാൻസ് ഉണ്ട്, എനിക്കറിയത്തില്ല. പിന്നെ നമ്മുടെ കമ്മൽ, മാല, അങ്ങനെ ഒരു മേക്കപ്പ് സെറ്റ്, മേക്കപ്പ് ചെയ്യണം, ജേഴ്സിയുടേത്, അങ്ങനെ കുറേ കടകളൊക്കെ ഞാൻ കണ്ടു. ചെരുപ്പിൻ്റെത്, പിന്നെ ഫോണിൻ്റെത്, ഗെയിം സോണിൻ്റെത്, അങ്ങനെ നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ നമ്മളിവിടെ കണ്ട് വന്നു കേട്ടോ. നമ്മൾ മുകളിൽ നിന്നും താഴെ കാണുന്ന വേറെ ലെവൽ വ്യൂ ആണ്. പിന്നെ നമ്മൾ ഈ റെസ്റ്റോറൻറ്റൊക്കെ കണ്ടപ്പോഴത്തേക്കും അവിടുത്തെ സീറ്റ് എസ് പോലെ കേട്ടോ കിടന്നത്. അപ്പം തന്നെ അറഫ പറഞ്ഞു ഇതാ എസ്സിൻ്റെ സീറ്റാണ് കേട്ടോ. പിന്നെ നമ്മൾ കുറേ ലൈറ്റ്സൊക്കെ കാണാൻ രസമുണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ വാട്ടർഫോൾസ് എന്ന് പറയുന്നത് റൊട്ടേറ്റ്മെൻ്റ് ആണെന്ന് വെച്ചാൽ ഈ വന്ന വെള്ളം തന്നെ വീണ്ടും വന്നുകൊണ്ടിരിക്കും. നല്ല ക്ലോറിൻ തഹൂറായിട്ടുള്ള വെള്ളമായിരുന്നു. പിന്നെ ഇവിടെ അറഫ ഭയങ്കര ചിരിയും കളിയും ബഹളമാട്ടോ. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. കുട്ടികളെ ബാഗും സാധനങ്ങളും, പിന്നെ ഇത് ഭയങ്കര ടോയ്സിൻ്റെ കളക്ഷൻസ് ആയിരുന്നു. അവിടെ കുറേ സാധനങ്ങളുണ്ടെങ്കിൽ എക്സ്പെൻസീവ് ആട്ടോ അവിടെയൊക്കെ. അറഫ ചോദിച്ചാൽ കുറേ റബ്ബേഴ്സൊക്കെ ഉണ്ടായിരുന്നു, ഇറേസേഴ്സ്. നമ്മുടെ ഈ പറയുന്ന കുറേ ടോയ്സ്, കീ ചെയിൻസ്, പിന്നെ സ്റ്റിക്കേഴ്സ് എന്ന് പറയുന്ന മറ്റേ മിനുക്കും വെള്ളമൊക്കെ അകത്ത് ചേർന്നൊരു മിനുക്കാണ്. പിന്നെ മാല, കമ്മൽ, വള, സ്ലൈഡ്, അങ്ങനത്തെ കുറേ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. ബ്രേസ്ലെറ്റ്സ്, അങ്ങനെ മോതിരം, റിങ്സ്, ബൺസ്, കുഞ്ഞു ബൺസ്, കുറച്ച് സെറ്റ്സ്, അങ്ങനെയൊക്കെ കുറേ ഉണ്ടായിരുന്നു.
സ്റ്റിക്കർ എന്ന് പറയുമ്പോൾ 3D സ്റ്റിക്കറാണ്. പിന്നെ ബാഗ് എന്ന് പറയുമ്പം ഫാൻസി ബാഗും കീ ചെയിനുള്ള ബാഗാണ്. അങ്ങനെ നമ്മൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ഇവിടെ കുറേ കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി വന്നു. പിന്നെ അങ്ങനെ നടന്ന് നമ്മൾ വന്ന സ്ഥലത്ത് തന്നെ വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ സംസാരിച്ച് നടന്നു. പിന്നെ നമ്മൾ വെളിയിലൊക്കെ ഇറങ്ങിയപ്പോഴാണ് അതിനേക്കാൾ സെറ്റ് വ്യൂ എന്ന് പറയുന്നത്. നമ്മൾ വാട്ടർ ഡാൻസ് നമ്മൾ കണ്ടു കേട്ടോ. ഭയങ്കര രസമുണ്ടായിരുന്നു. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം വരുന്ന വഴിക്ക്. അതിൽ കുറേ പാട്ടൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റൂല. നിങ്ങൾക്ക് അത് ഞാൻ കാണിച്ചു തരാം. ഇനി ഇത് തന്നെ ഞാൻ വീണ്ടും വന്ന സ്ഥലം ഇത് കണ്ടോ, അവിടെ വാട്ടറിൻ്റെയൊക്കെ അത്. ഇനി അതിനേക്കാൾ ഞാൻ നിങ്ങൾക്ക് നല്ലോണം കാണാൻ പറ്റുന്നൊരു സ്ഥലം കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് ഇത് കണ്ടു, നിങ്ങൾക്ക് ഒരു വാട്ടർ ഡാൻസ് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ഇടുന്നതായിരിക്കും കേട്ടോ. ഇപ്പോഴത്തേക്ക് നിങ്ങൾ ഇത് കണ്ടോ. നമ്മളിങ്ങനെ വരുന്ന വഴിക്കാണ് നമ്മുടെ ഈ ഒരു ബോട്ട് കണ്ടത്. പിന്നെ നമ്മൾ വീണ്ടും അകത്ത് കയറി വേറൊരു മാളായിരുന്നു ഇത്. അക്വേറിയം കാണാൻ പോകുന്ന മാളായിരുന്നു. എസ്കലേറ്ററൊക്കെ കയറി നമ്മൾ കുറേ ഇങ്ങനെ നടന്നപ്പം നമ്മളിങ്ങനെ കുറേ മാപ്പ് ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ നോക്കിയപ്പോൾ ഇവിടെ കൂട്ടം കൂടിയ നമ്മൾ തെരണ്ടി മീൻ അങ്ങനെ എന്താ ഞാൻ ആദ്യം വിചാരിച്ചത് ചാളയില്ലേ അങ്ങനത്തെ അയില അങ്ങനത്തെ മീനാണ്. ചോദിച്ചപ്പോൾ പറഞ്ഞു തെരണ്ടി ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ വേറെ ഏതൊരെണ്ണം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഷാർക്കുണ്ട്, ഷാർക്കിൻ്റെ കുഞ്ഞുണ്ട് പറന്നോണില്ലേ, അതാണ് നമ്മുടെ തെരണ്ടി. ഇത് കുഞ്ഞുണ്ട് കേട്ടോ. പിന്നെ ഇതാണ് നമ്മുടെ ഷാർക്ക് എന്ന് പറയുന്നത്, വലിയ മീൻ. പിന്നെ ഇതെന്ന് പറയുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മീനുണ്ടായിരുന്നു. പിന്നെ ഒരു മീനിനെ കൂട്ടം കൂടി പോകുന്ന മറ്റേ ഫുഡൊക്കെ തിന്നാൻ വേണ്ടിയിട്ട് ആ മീനും ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ നമ്മുടെ ഈ മറ്റേ പാറകളുടെ ഇടയിലൊക്കെ കൊച്ചു പൂക്കളില്ലേ, അതൊക്കെ ഭയങ്കര രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ ഷാർക്കിൻ്റെ ഫിന്നെന്ന് പറയുന്നത് കുറേ ഫിന്നുണ്ട്. ഇത് നമ്മൾ ഈ മേളിൽ കണ്ടോ ഫുഡൊക്കെ തിന്നാൻ പോകുന്ന ഫിഷാണ്. പിന്നെ നമ്മളതൊക്കെ കണ്ട് നമ്മൾ ഇവിടെ വീണ്ടും വെളിയിലൊക്കെ ഇറങ്ങി നമ്മൾ തിന്നാൻ വേണ്ടി കയറിയതാട്ടോ. ഇവിടെ നമ്മൾ കുറേ രാത്രിയാണ് രസം. പക്ഷെ നമുക്ക് രാത്രിയാകുമ്പോൾ ക്ഷീണം കൂടും. നമ്മൾ രാത്രിയായിട്ട് ഒന്ന് കണ്ടാൽ നമുക്ക് കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ കുറേ വാട്ടർ ഡാൻസ് കാണണമെങ്കിൽ അടുത്ത വീഡിയോ കാണുക. അപ്പോൾ അതുവരയ്ക്കും ടാറ്റാ.